പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വന്നിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP. ഇപ്പോൾ കേരളത്തിൽ പിണറായിൻ്റെ ഭരണം മാറുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചു, പക്ഷെ മാറിയില്ലേ. അതുപോലെ തമിഴ്നാട്ടിൽ വിജയ് ഭരിക്കുന്നു നമ്മളാരും കരുതിയിരുന്നു, അതും സംഭവിച്ചില്ലേ. അതുപോലെ ഇന്ത്യയിൽ ഒരു മാറ്റത്തിനുള്ള രാഷ്ട്രീയ മുന്നേറ്റമാണോ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നറിയില്ല. എന്നാലും ചിലപ്പോൾ കേന്ദ്രത്തിലും ഒരു രാഷ്ട്രീയ മാറ്റം വന്നുകൂടായികയില്ല. എന്താ വെച്ചാൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ഭരിക്കണം എന്നുള്ളത്. അരാഷ്ട്രീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ മറ്റാര് വിചാരിച്ചിട്ടും മാറാത്തത് ഇനി മാറണമെങ്കിൽ ഇതുപോലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉയർന്നു വരണം. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആക്കിയിട്ട് കൂടി ഇല്ല, എന്നിട്ട് BJP പേടിച്ച് നടക്കണം കോക്രോച്ചിനെ കൊല്ലാൻ. ഇത്രയും യുവാക്കളിൽ കോടിക്കണക്കിന് യുവാക്കൾ അണിനിരന്നാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ ചിലപ്പം BJPക്ക് അത് ഭീഷണിയാവും. അതാണ് അവരെ പേടിക്കാൻ കാരണം. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിച്ചിരുന്ന ഇന്ത്യൻ ജനത ഇന്ന് BJPയുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ ഇത്തരം മുന്നേറ്റങ്ങൾ നല്ലതാണ്. രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾ ഈയാമ്പാറ്റകളെ പോലെ ആണെങ്കിൽ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ തീർന്നു BJPൻ്റെ കഥ. അതുകൊണ്ടാണ് BJP ഇത്രയും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പേടിക്കുന്നത്. അരാഷ്ട്രീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ മറ്റാര് വിചാരിച്ചിട്ടും മാറാത്തത് ഇനി മാറണമെങ്കിൽ ഇതുപോലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉയർന്നു വരണം. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജയ് ഹിന്ദ്.